പ്രൈസ് ദ ലോർഡ്. ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അനേകം പരീക്ഷകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവചനത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുവാനായിട്ട്, നമ്മുടെ വിശ്വാസത്തെ ചോർത്തിക്കളയുവാനായിട്ട്, നമ്മുടെ വിശുദ്ധ ജീവിതത്തെ നമ്മളിൽ നിന്ന് ഇല്ലാതാക്കി തീർക്കുവാനായിട്ട്, പല പാപപ്രവൃത്തികളിൽ നമ്മളെ കൊണ്ട് അകപ്പെടുത്തുവാനായിട്ട്, ലോകത്തിലെ ഇതര മ്ലേച്ഛതകളിലേക്ക് നമ്മളെ വഴി നടത്തുവാനായിട്ട്, അവയൊക്കെയും കാണിച്ച് നമ്മെ പ്രലോഭിപ്പിക്കുവാനായിട്ട് പലപ്പോഴും ശത്രുവായവൻ നമുക്ക് പിന്നാലെ തന്നെ ഉണ്ട്. എന്നാൽ തിരുവചനം പറയുന്നു, പ്രാർത്ഥനയാൽ നമ്മൾ അതൊക്കെയും അതിജീവിക്കണം. കർത്താവായ യേശു ശിഷ്യന്മാരെ പറഞ്ഞതാണ്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് കോട്ടം തട്ടാതിരിപ്പാൻ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് കോട്ടം തട്ടാതിരിപ്പാൻ, ഒരാത്മീയനായി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമാണ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനങ്ങളെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മൾ സാത്താൻ്റെ പരീക്ഷകളിൽ അകപ്പെട്ടു പോകാതെ നമ്മൾ ദൈവസന്നിധിയിൽ ഒരു വിശുദ്ധ ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കുവാൻ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. അതുകൊണ്ട് ഓരോ ദൈവ പൈതലും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ അധികമായി മുന്നേറി വന്നു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ സാത്താൻ്റെ പരീക്ഷകളിൽ അകപ്പെട്ടു പോകാതെ വിശുദ്ധിയോടും കൂടി വേർപാടോടും കൂടി ഒരു നല്ലൊരു ദൈവ പൈതലായി നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കും. ഗോഡ് ബ്ലസ് യു.